എന്തുകൊണ്ടാണ് അനുതാപം താമസിക്കാൻ കാരണം എന്താണ്? അനുതാപം താമസിക്കാൻ കാരണം ദൈവത്തെക്കുറിച്ചുള്ള അംബിഗ്വസ് ആയിട്ടുള്ള, അതായത് എന്താണ് അംബിഗ്വസ് എന്ന് വെച്ചാൽ വ്യക്തതയില്ലാത്ത, രണ്ട് ഭാഗവും ശരി, അതും ശരി ഇതും ശരി എന്നൊക്കെ പറയത്തില്ലേ, ദൈവത്തെക്കുറിച്ചുള്ള ക്ലാരിറ്റി ഇല്ലെങ്കിൽ അനുതാപം താമസിക്കും. ഇപ്പോൾ ദൈവവിശ്വാസം എന്ന് പറയണതേ ഭയങ്കരമായ ഒരു കൃപയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ദൈവത്തെ വിശ്വസിക്കുകയല്ല, വിശ്വസിക്കുന്ന വിഷയത്തെക്കുറിച്ച് ക്ലാരിറ്റിയാണ് ആവശ്യമുണ്ടാകുക. വിശ്വാസത്തിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് വിശ്വസിക്കുന്ന വിഷയത്തെക്കുറിച്ചുള്ള വ്യക്തത. വ്യക്തതയില്ലെങ്കിൽ വേദോപദേശങ്ങൾ നൽകും. വിശ്വാസത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത്രയും ക്ലിയർ കട്ടായിട്ട് പറയണത്? ഞാൻ അമ്മയെ നേരിട്ട് കണ്ടുകൊണ്ടാണ്. അമ്മയെ നേരിട്ട് കണ്ടിട്ടുള്ള അതിന് ശേഷമുള്ള എൻ്റെ നിലപാടുകളും അമ്മയെ കാണുന്നുമുള്ള നിലപാടുകൾക്കും വ്യത്യാസമുണ്ട്. നേരത്തെ കാണുന്നതിന് മുമ്പ് ആൾക്കാരെ കോംപ്രമൈസ് ചെയ്താണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിനെക്കുറിച്ച് ഇരിക്കുന്ന പശ്ചാത്താപമുണ്ട്. അതായത് ദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലെന്നുണ്ടെങ്കിൽ ആൾക്കാർ ഒത്തുതീർപ്പിന് വിധേയമാകും. അതും ശരി, ആ മതവും ശരി, ഈ മതവും ശരി, അവർ കാണിക്കണത് ശരി, ഇവർ കാണിക്കണത് ശരി. ആൾക്കാർക്ക് ദൈവത്തെക്കാൾ പ്രാധാന്യം കൊടുക്കും. മാധ്യമങ്ങളിലൂടെയൊക്കെ എന്തുമാത്രം പ്ലീസിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് മാധ്യമം പ്രാധാന്യം കൊടുക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ദൈവത്തെ പോലും വിറ്റിട്ട് ജനങ്ങളുടെ കൂടെ കൂടും. ഇത് ദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തതിന് ലക്ഷണമാണിത്. അത് സഭയുടെ ഉന്നത ശ്രേണിയിൽ ഇരിക്കുന്നവർക്ക് പോലും ഈ അസുഖം വരാൻ സാധ്യതയുണ്ട്. എന്താ കാര്യം? എപ്പോഴും മീഡിയാസിനെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കാർക്ക് അപ്പീലിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ബാധ്യസ്ഥമായി പെടുമ്പോൾ ദൈവത്തെ നമ്മൾ തള്ളി മാറ്റിയിട്ട് ജനങ്ങളുടെ കൂടെ കൂടും. ഇതെല്ലാം പറ്റും. വിശ്വാസത്തിൽ ഡൈലൂഷൻ ആകുകയും ചെയ്യും, വ്യക്തത കുറഞ്ഞു പോവുകയും ചെയ്യും, അനുതാപം താമസിക്കുകയും ചെയ്യും. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, വിശ്വാസത്തിൽ വ്യക്തത വരികയും അനുതാപത്തിലെ കൃത്യത ഉണ്ടാകുവാൻ എന്നെ സഹായിക്കണമേ, എന്നെ അനുഗ്രഹിക്കണമേ. ശ്രുതിക്കട്ടെ. അനുതാപത്തെക്കുറിച്ച് എന്തുകൊണ്ടാണ് അനുതാപം ജനിക്കാത്തതിൻ്റെ കാരണം എന്തുകൊണ്ടാണ്? അതിൻ്റെ ഒരു കാരണം ദൈവത്തെക്കുറിച്ച് വ്യക്തതയില്ലാത്തത് കൊണ്ടും വിശ്വസിക്കുന്ന കാര്യത്തെക്കുറിച്ച് കൃത്യതയില്ലാത്തത് കൊണ്ടാണ്. രണ്ടാമത്തേത് എന്തുകൊണ്ടാണ്? ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സ്നേഹം. ഇപ്പം നമ്മൾ സ്നേഹത്തിൻ്റെ ഒരു കുഴപ്പമുണ്ട്. സ്നേഹത്തിന് ഒരു കുഴപ്പമുണ്ട്. സ്നേഹം ഏറ്റവും നല്ലതാണ്, പക്ഷേ എല്ലാ കുഴപ്പം പിടിച്ച സംഭവമാണ്. സ്നേഹം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ചിലർക്ക് സ്നേഹത്തിന് ഓവർ പ്രാധാന്യം വരും. അപ്പം വിവേചനം നഷ്ടപ്പെടും. പൗലോസ് അപ്പോസ്തലനെ പോലും വഴിതെറ്റിച്ചൊരു സംഭവമാണത്. തിമോത്തിയോട് പുള്ളിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. തിമോത്തിക്ക് ഭയങ്കര വയറുവേദനയായിരുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം തിമോത്തിയോട് പറഞ്ഞേടാ, വയറുവേദന കൊണ്ട് സഹിക്കാൻ പറ്റണില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളിക്കും വയറുവേദന ഉണ്ടായിരുന്ന ആളാണ് ഈ പൗലോസ് അപ്പോസ്തലൻ. ആൾസറൊക്കെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഈ വേദന, തിമോത്തിയുടെ വേദന പുള്ളിക്ക് മനസ്സിലാകും. അപ്പം തിമോത്തിയോട് പറഞ്ഞ്, എടാ അത്ര വേദനയാണെങ്കിൽ ഇത്തിരി വീഞ്ഞു ഉപയോഗിക്കണേ, ഇവിടെ കുഴപ്പമില്ലെന്ന് പറഞ്ഞു. അതാണ് ഇപ്പോൾ വെള്ളം അടിക്കണവന്മാരെല്ലാം പറയണത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട് വെള്ളം അടിക്കാമെന്ന്. അത് ഒരു ഇത്തിരി സ്നേഹം കൊണ്ട് ഒരു സാധനം പെശകി വീണത്, ഒരു കോംപ്രമൈസ്, ഒത്തുതീർപ്പ് കാണിച്ചതാണ്. എവിടെയെങ്കിലും ഒത്തുതീർപ്പ് വന്നു കഴിഞ്ഞാൽ പിശാച് അത് കൃത്യമായിട്ട് മുതലെടുക്കും. അതുകൊണ്ടാണ് മറ്റുള്ളവർക്ക് അംബികസ് ഉണ്ടാക്കരുതെന്ന് പറഞ്ഞതിൻ്റെ കാരണം. എവിടെയെങ്കിലും ഒത്തുതീർപ്പ് വന്നാൽ പിശാച് തന്ത്രപരമായിട്ട് നമ്മളത് ഉപയോഗിക്കുകയും ചെയ്യും, മുതലെടുക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ വ്യക്തിതയിൽ നിങ്ങൾ സ്നേഹം കൂടുമ്പോൾ ആ സ്നേഹം കർത്താവ് പറയും എന്താണ്, എല്ലാത്തിലുപരിയായി ദൈവത്തെ. അതാണ് വിഷയം പറയണത്. അതുകൊണ്ട് കൽപ്പന വെച്ച് സെസ് ചെയ്യണതിൻ്റെ കാരണം അതാണ്. എന്നെക്കാൾ ഉപരി സ്വന്തം ഭാര്യയെ സ്നേഹിക്കുന്നവൻ ഐ ഡോണ്ട് വാണ്ട്. എന്തുകൊണ്ടാണ്? ഈശോയ്ക്ക് ആ വിഷയത്തിൽ കൃത്യതയുണ്ട്. കർത്താവ് അങ്ങനെ പറയാമോ? ഈശോയെ നീ തന്നെയല്ലേ പറഞ്ഞത് ഒരു ശരീരമാണെന്ന്. ഒരു ശരീരമാണെന്ന് നീയല്ലേ തന്നെ പറഞ്ഞതേ. എന്നിട്ട് ഇപ്പം എന്താ പറയണത്? എന്നേക്കാൾ ഉപരി ഈ ഒരു ശരീരത്തിൻ്റെ പേരിൽ സ്നേഹിക്കാൻ പോയാൽ ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് വൈഫിനെയോ ഭർത്താവിനെ സ്നേഹിച്ചാൽ ഐ ഡോണ്ട് വാണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ കർത്താവ്? ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുന്നില്ലെങ്കിൽ നിൻ്റെ സ്നേഹങ്ങളെല്ലാം ശരിക്കും ചോദ്യചിഹ്നമായിട്ട് മാറും. നിസ്സാര കാര്യമല്ല ഇത്. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 10:37 എന്നേക്കാൾ അധികം പിതാവിനെയോ മാതാവിനെയോ സ്നേഹിക്കുന്നവൻ എനിക്ക് യോഗ്യനല്ല. എന്നേക്കാൾ അധികം പുത്രനെയോ പുത്രിയെയോ സ്നേഹിക്കുന്നവനും എനിക്ക് യോഗ്യനല്ല.
അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിലർ കുഞ്ഞുങ്ങളോട് സ്നേഹം കാരണം ഒന്നും മിണ്ടത്തില്ല. ചില കുഞ്ഞുങ്ങൾ ഇപ്പോൾ കുഞ്ഞുങ്ങളോട് ചില അമിത 2 കുഞ്ഞുങ്ങളുള്ള കാരണം അമ്മമാർക്ക് ഭയങ്കര 2 കുഞ്ഞുങ്ങളായതാണ് ഏറ്റവും കൂടുതൽ കുഴപ്പമായിരിക്കണം. മുഴുവനും 2 കുഞ്ഞുങ്ങളായത് കാരണം കുഞ്ഞുങ്ങളെ വെറുപ്പിക്കാതിരിക്കണം. അവൻ പള്ളിയിൽ പോകണില്ല, ഞായറാഴ്ച കിടന്ന് ഉറക്കമാണെങ്കിലും കിടക്കട്ടെ, ഇന്നലെ കുറേ പഠിച്ച് കാണും, കൊണ്ടാ പോരെ. ഈ വിശ്വാസം നിലത്തിലടിക്കണം പിടിച്ച്. എന്താ കാര്യം, അവൾക്ക് ദൈവം നൽകിയ ഈ കുഞ്ഞ് പുറത്തോട്ട് വരുമ്പോൾ മാത്രമേ നമുക്കറിയാൻ പറ്റത്തില്ല കണ്ണുണ്ട, കൈയുണ്ട്, എപ്പിലെപ്സിയാണ്, ഓട്ടിസം ആണെന്ന് അറിയാൻ പാടില്ല. ദൈവം നല്ല കുഞ്ഞിനെ തന്നപ്പോഴേ ആ ദൈവത്തിനെയാണ് കുഞ്ഞിനേക്കാൾ കൂടെ സ്നേഹിക്കേണ്ടത്. ഇതിന് ഓട്ടിസം ആണെങ്കിൽ നീ എന്ത് ചെയ്തേനെ? ഇവിടെ കണ്ടിട്ടില്ലേ, നിങ്ങൾ കണ്ടിട്ടില്ലേ, കരഞ്ഞ് വിളിച്ച്. എനിക്ക് അവരോട് കാണുമ്പോൾ സങ്കടം തോന്നും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അരമണിക്കൂർ സഹിക്കാൻ പറ്റില്ല കുഞ്ഞു കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത്. ഇവിടെയുള്ള എല്ലാ രോഗികളെയും അവർ ഡിസ്റ്റർബ് ചെയ്യും. അപ്പം ഞാൻ ഓർക്കും, ദൈവം ഈ തള്ള ഈ കുഞ്ഞിനെയും കൊണ്ട് ജന്മം മുഴുവനും കൊണ്ടു നടക്കണമല്ല. എൻ്റെ ദൈവവേദലേ, നിനക്കൊരു കുഞ്ഞിനെ ഉണ്ടെങ്കിൽ അതിന് ഓട്ടിസം ഇല്ലാതെ, ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ലാതെ ഒരു കുഞ്ഞിനെ നീ പ്രസവിച്ച് വളർത്തുന്നുണ്ടെങ്കിലേ ആ കുഞ്ഞിനേക്കാൾ കൂടി നീ ദൈവത്തെ സ്നേഹിച്ചില്ലെങ്കിൽ അത് പ്രമാണത്തിനെതിരായിട്ട് വരും. എന്താ കാര്യം, നീ നിൻ്റെ കുഞ്ഞിനേക്കാൾ ഉപരി, ദൈവത്തെക്കാൾ ഉപരി നിൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നു. അവന് വേദപാഠം നോക്കണില്ല, അവൻ്റെ പ്രാർത്ഥനാ ജീവിതം നോക്കണില്ല, അതുപോലെ തന്നെ അവൻ്റെ അവൻ്റെ കുർബാന കടം നോക്കണില്ല. അപ്പം നിങ്ങളവർക്ക് ഇതൊക്കെ ഇപ്പം നമ്മൾ ചോദിക്കും, ഇപ്പോഴെന്ത് ജാതിയും മതവും ഇപ്പോൾ ഒന്നുമില്ല. ജാതിയും മതമായാലും എല്ലാം നിങ്ങൾക്ക് പണിയായിരിക്കും. ദൈവത്തിൽ നിറക്കാത്തൊരു ജാതി കൊണ്ടുവന്ന കാര്യമില്ല. പക്ഷേ അതല്ല പ്രശ്നം. നിൻ്റെ ആത്മാവിനെ ഈശോ എന്താ പറഞ്ഞത്, നിങ്ങൾ ലോകം മുഴുവൻ നേടും, അമേരിക്കയിലും പോകും, അതുപോലെ തന്നെ നിങ്ങൾ PhD എടുക്കും, നിങ്ങൾ പറയുന്ന കേംബ്രിഡ്ജിൽ നിങ്ങൾ പ്രൊഫസറുമാകും. ലോകം മുഴുവനും നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. മത്തായി 16:26. മത്തായി 16:26. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവന് എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, പിശാസിൻ്റെ ഒരു തന്ത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാവ് ഇല്ലെന്ന് അങ്ങോട്ട് പറഞ്ഞേക്കും. പറഞ്ഞ് തീർന്നില്ല പരിപാടി. കർത്താവ് കടക്കൽ കൊണ്ട് കത്തി വെച്ചിരിക്കുകയാണ്. വൃക്ഷങ്ങളുടെ വേരിനെ കൊടാലേക്ക് പറഞ്ഞിരിക്കണം. എന്താണ്, നിങ്ങൾ ലോകം മുഴുവൻ നേടിയാലും, എല്ലാവരും മനുഷ്യൻ്റെ പറക്കാൻ പാച്ച എന്താണ്, അവൻ ആഗ്രഹിക്കുന്ന ലോകം, അവൻ ഉദ്ദേശിക്കുന്ന ലോകം, അവൻ സങ്കല്പിക്കുന്ന ലോകം നേടാൻ വേണ്ടിയല്ലേ. നിങ്ങൾ ഉടമ്പടി എടുത്തിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? നിങ്ങൾ സങ്കല്പിക്കുന്ന ലോകം നേടാൻ വേണ്ടിയാണ്. പക്ഷെ കർത്താവ് ചോദിക്കുന്നത് എന്താണ്, ഈ സങ്കല്പിക്കുന്ന നിയോഗങ്ങളെല്ലാം നിറവേറിയാലും ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനം? അഥവാ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? ശ്രുതികട ഹല്ലേലൂയ.